നമ്മൾ കുറേ നാളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതിൻ്റെ പിന്നിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പൂക്കളാണ്. നല്ല ഭംഗിയുണ്ട്, നിറച്ച് പൂത്തിരിക്കുകയാണ്. വയലറ്റ് കളറുള്ള ഇങ്ങനെ കൊല 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 പോലത്തെ പൂക്കളാണ്. കുഞ്ഞു പൂക്കളാണെങ്കിലും നിറച്ച് കൊല കൊലയായിട്ട് ഫുള്ള് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിന്റർ കഴിഞ്ഞിട്ട് നമ്മുടെ റോസ ചെടികളൊക്കെ പതുക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഒരു കട പോയി, ഇവിടുത്തെ ഒരു കട ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ആകെ അലമ്പായിട്ട് കിടക്കണേ. കാരണം ഇത് ആകെ നമ്മൾ ആ ഇട്ട സാധനങ്ങളൊക്കെ പോയി. ഇപ്പൊ മരത്തിന്റെ അതൊക്കെ പോയി. അതൊക്കെ പോയിട്ട് ഇപ്പൊ ആകെ പുല്ല് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. വിന്റർ കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ റോസൊക്കെ സെറ്റ് ആയിട്ട് റോസൊക്കെ നന്നായിട്ട് പിടിച്ചു. സൈഡത്തെ റോസൊക്കെ നന്നായിട്ട് പിടിച്ചു. നമ്മളതേ ഡോർ തുറന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മുടെ ഫാമിലി ഫോട്ടോ. ഇവിടുത്തെ വീടുകൾക്ക് പ്രത്യേകത വെച്ചാൽ ഫ്രണ്ടിൽ തന്നെ കോണി ഉണ്ടാവും. ഫസ്റ്റ് തന്നെ കാണുന്നത് കോണിയായിരിക്കും. അതൊരു ചെരിഞ്ഞ കോണിയാണ്. നല്ല സ്റ്റീപ്പാ, നല്ല സ്റ്റീപ്പാ. ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒരു വളവാ. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ അപ്പൊ നിലത്തെത്തും. പിന്നെ നേരെ കാണും നമ്മുടെ ഹോള്. അവിടെ നമ്മുടെ പ്രയർ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മണി പ്ലാന്റ് ആട്ടോ. വലുതായി, ഇച്ചിരി പോകുന്ന ചെടി മേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് വലുതാക്കി. ദീ ചിത്രം ഉണ്ടായിരുന്നുള്ളൂ വലിപ്പം. ദീ കാണുന്ന വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ, അതിനെ വലുതാക്കിയതാ. ഇത് നമ്മൾ രണ്ടായിട്ട് തിരിച്ചേക്ക ഭാഗത്തിനെ ഈ ഇത് വെച്ചിട്ട്. നമ്മുടെ ഈ സ്കൂട്ടർ ഇത് പണ്ടത്തെ നമ്മുടെ സോഫിയ. തന്നെ കുട്ടി ഉണ്ണിക്കുട്ടൻ ഇതായിരിക്കും. ഇതവിടെ മണിക്കൂട്ടൻ അടിക്കണ്ടാവും. ഇതായിരിക്കണം മണിക്കൂട്ടൻ. നമ്മുടെ കസിൻ ബ്രദറാണ്. അതെ, ഇവന്റെ ബർത്ത്ഡേ ആണ് ഞാനിന്ന് ആഘോഷിക്കണേ. ഇനി നേരെ നമ്മുടെ അടുക്കളയിലേക്ക്. ഇവിടെ ഞങ്ങളുടെ ഒരു തിരുഹൃദയത്തിന്റെ ഇതുണ്ട്. അതെ, രൂപം വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. മറ്റേ ബ്രാസിന്റെ ഇത്. നമ്മുടെ അടുക്കള ചെറിയൊരു അടുക്കള, എനിക്ക് പെരുമാറാൻ മാത്രമുള്ള ഒരു അടുക്കള. ഇത് നമ്മുടെ ഫ്രിഡ്ജ്. നേരെ നമ്മുടെ അലമ്പായിട്ട് എടുക്കണ്ട ഇന്നത്തെ കൂട്ടാൻ വെപ്പ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് നേരെ ഞങ്ങളുടെ കളിക്കണ സ്ഥലം. അതെ, ഇതന്നെ ഹൈലൈറ്റ്. നമ്മുടെ ഫുള്ള് പച്ചക്കറി തോട്ടം, ആ വക പരിപാടികളൊക്കെ ഇവിടെ ആയിരുന്നു. ഫുള്ള് പോയി ഫുള്ള് പോയി, ഒന്നുമില്ല. ഇനി ഇതിനെ കളച്ചു മറിച്ചെടുക്കണം പിന്നീട്. അതെ, ഇത് പിന്നെ ഈ സ്ഥലം ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് കണ്ടുണ്ടാവും എൻ്റെ ഉള്ളില്. അതെ, അത് കെല്ലർ റൂം ഉള്ളില്. അതൊക്കെ നമ്മൾ കണ്ടു ഓൾറെഡി വീഡിയോകളിലും ഉണ്ട്. ഇഷ്ടം പോലെ ഈ ഭാഗം ഇഷ്ടം പോലെ ഉണ്ട് വീഡിയോയില്. നമ്മുടെ അമ്മമാരെ കുറെ സാധനങ്ങൾ പണ്ടത്തെ ഇത് ആപ്പിൾ മരം, പ്ലം മരം. അതെ, ആപ്പിൾ മരം തുണിയുടെ ബാക്കിൽ പോയി. ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മാമരെ നമ്മുടെ ഫ്രണ്ടിലുള്ള വേറെ കളർ ചേഞ്ച്. അത് ഈ സാധനല്ലേ? ആ ശരിയാ, ലൈറ്റ് കളർ. പക്ഷെ അതൊരു ലുക്കിലാണല്ലേ. നമ്മുടെ കളർ നല്ല ഭംഗി. ഇടകലർന്നിടക്കണത് ചെറിയ ലൈറ്റ് റോസും ഉണ്ട്. ഒരു മുട്ടുണ്ടായി വരുന്നത് ഡാർക്ക്, വിരിഞ്ഞു വരുന്നത് ലൈറ്റ്. ഇതിന്റെ നമ്മുടെ ഈ മതില് ശരിക്ക് വീഴാറാണ് നിൽക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഞാൻ കാണിച്ചിട്ടെ. സൈഡിൽ നിന്ന് കാണുമ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാവുക. ഈ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടിരിക്കണേ, ഈ സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് നിൽക്കണേ. വേണ്ട നിൽക്കണത്. മുകളിലേക്ക് പോവാണ്. നേരെ
നടന്ന് കോടി കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. അതെ ഇവിടെ ഉണ്ട് ചെറുത്. ഇവിടെ ചെറിയ സ്റ്റോർ റൂം, നമ്മുടെ ചൂല് സാധനങ്ങളൊക്കെ സ്റ്റോർ റൂം പോലെ. പിന്നെ അടിയിൽ ശരിക്ക് ഒരു ഹോളും ഒരു കിച്ചണും മാത്രമല്ല, വേറെ ഒന്നും ഇല്ല അടിയിൽ. പിന്നെ ഇതിന്റെ അടിയിലേക്ക് ഉണ്ട് കേട്ടോ. അടിയിലേക്ക് അല്ലറാ എനർജിയുടെ അതിന്റെ ഒക്കെ ക്ലിനിക്ക്. അതെ, യുദ്ധം വരുമ്പോ ഇതിന്റെ അടിയിൽ ആൾക്കാർ ഒളിച്ചിരിക്കാന്ന് കേട്ടു. പക്ഷെ ഇതിന്റെ അടിയിൽ വല്ല വിവരം അറിയാം. തണുപ്പായിരിക്കും. അതെ, ഇനി നമ്മൾ മുകളിൽ പോട്ടാ. മുകളിൽ 2 ബെഡ്റൂം, ഒരു ബാത്റൂം. അപ്പോ വർക്ക് ഏരിയ, ഹോം ഓഫീസ്. എന്റെ വർക്കിംഗ് ടേബിള്, ഹോം ഓഫീസ് എവിടെയാണ്? എന്റെ വർക്കിംഗ് ടേബിള്, ചെയറ്. കുട്ടിയുടെ എന്തോ ഡ്രോയിങ് കൊണ്ടിട്ടുണ്ട്. എന്നെ കുട്ടി ഡ്രോയിങ് കാണിച്ചിട്ടാ. ഡ്രോയിങ് അല്ല എന്നുകൊണ്ടത് സ്കൂളിൽ വർക്ക് ചെയ്തതാ. എന്തോ സാധനം. ഇതാണ് നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ലാപ്ടോപ്പ്. ഇതെന്റെ പഴയ ലാപ്ടോപ്പ്, നൊസ്റ്റു ലാപ്ടോപ്പ്. ഇത് ഞാനും ഷെയറിനോട് പോയി വാങ്ങിച്ചതാ. ഇത് അത്യാവശ്യം നല്ല വലിയ വലിപ്പുള്ള ബാത്റൂമാണ്. കാര്യങ്ങളൊക്കെ ഇട്ടത്. ഇത് നമ്മള് കുളിക്കാനായിട്ട് ബാത്റൂമില് കുളിക്കാനുള്ള വേറെ ഇതില്ല. അപ്പൊ കർട്ടൻ കഴിഞ്ഞ് കുളിക്കാനുള്ള സെറ്റപ്പ്. അങ്ങനെ ചെറിയൊരു ബാത്റൂമാണ്. അതെ, ഇത് കിഡ്സ് റൂം. കിഡ്സ് റൂം എന്ന് പറയാം. ഉണ്ണിക്കുട്ടിൻ്റെത്, അന്നക്കുട്ടിയുടെ മറ്റേ അന്ന് നമ്മള് ഒക്ടോബർ ഫെസ്റ്റിന് പോയപ്പോ കിട്ടിയ ഇതന്നെ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയത്, സമ്മാനം കിട്ടിയത്. ഇത് അന്നക്കുട്ടിയുടെ പണ്ടത്തെ കുഞ്ഞൻ. ഇത് ഒരു ചെറിയ അലമാര. നമുക്ക് ഇത് കിട്ടിയ, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അലമാര. അതിന്റെ TV സ്റ്റാൻഡിന്റെ നല്ല ഫോട്ടോ. ജർമ്മനാണ് ഫുള്ള്. ഉണ്ണിക്കൂട്ടം കൊള്ളുന്നതാണ് ഇതൊക്കെ സ്കൂളിൽ നിന്ന്. അവർക്ക് ഇവിടെ കിട്ടും ബുക്സ് ഒക്കെ. ഇത് ഞങ്ങളുടെ റൂമ്. ഞാനപ്പോണ്ട് ഇവിടെ കിടക്കാം. ശരിക്കും ഇതൊരു ഒറ്റ റൂമായിരുന്നു. ഇത് ഒരു പിന്നീട് ഇതുമേ പാർട്ടീഷൻ ചെയ്തുണ്ടാക്കിയതാ. ഇങ്ങനെ ഇത് ഈ വാൾ ഉണ്ടായിരുന്നില്ല, ഒന്നിച്ചാക്കിയതാ. ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിള്. എപ്പോഴും ഇങ്ങനെയായിരിക്കും ഡ്രസ്സിംഗ് ടേബിള്. മസ്റ്റാണ്. ഇത് വീട്ടിലുള്ള ഡ്രസ്സുകള്. കോട്ട് ഇതിന്റെ ഉള്ളിലാണ്. നമ്മുടെ പുറത്തേക്ക് ഫുള്ള് ഇതിന്റെ ഉള്ള. ഇങ്ങനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പണ്ട് അമ്മ ഇങ്ങനെ വെക്കുക. അപ്പൊ അങ്ങനെ തുറന്നു പോയിരുന്നു. നല്ലതാ ശരിക്കും. ഡോക്യുമെന്റിന്റെ ഷെൽഫാ, ഫുള്ള് ഡോക്യുമെന്റ് ഷെൽഫാണ് ഇതൊക്കെ. നമ്മുടെ വിസ, പാസ്പോർട്ട്, പിന്നെ നമ്മുടെ പഠിച്ച സർട്ടിഫിക്കറ്റുകള്, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ വരുന്നവര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് മടക്കി വെച്ചേക്കുന്ന. നമ്മുടെ ഡ്രസ്സ് മടച്ച് വെക്കണം എല്ലാവരും പറയാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉടുപ്പ് മാറാനാ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ നോക്കും. ഡ്രസ്സിങ് ഇതെന്തത് ഇങ്ങനെ വെച്ചിട്ട് അലമാര. നമ്മുടെ ഈ ഇവിടെ ഷോറൂമുകളിലൊക്കെ അലങ്കരിച്ച് വെച്ചോണം. ഒരു ഫാമിലിക്ക് നന്നായിട്ട് താമസിക്കാൻ പറ്റും നല്ല ഒരു വീടാട്ടോ. പിന്നെ കളിക്കാനും സ്ഥലം, അതാണ് ഏറ്റവും പിള്ളേർക്ക് ഇഷ്ടം. ഇവിടെ കളിക്കാനുള്ള സ്ഥലം ബാക്ക് സൈഡിൽ, നമ്മുടെ ബാക്ക് സൈഡിൽ. പിന്നെ ഒറ്റൊരു പ്രശ്നമല്ലോ, നമ്മുടെ ഈ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്ന് കയറിയിട്ട് അടുത്ത റൂമിൽ കയറണം. അതാണ് ഒരു ഇതുള്ളൂ, വേറെ ഒന്നുമല്ല. അത് പ്രശ്നം നമുക്ക് പ്രശ്നമില്ല. നല്ലതാ. കുട്ടികൾ ഇവിടെ കിടക്കണം, നമ്മളവിടെ കിടക്കണം, അല്ലെങ്കിൽ അവരവിടെ കിടക്കണം, നമ്മളവിടെ കിടക്കണം. എപ്പോഴും കിട്ടും അവർക്ക്, എപ്പോഴും ഓടി വരാനായാലും ഒക്കെ നല്ലതാ. അപ്പൊ നമ്മളിപ്പോ 3 വർഷമായി ഈ വീട്ടിൽ നിൽക്കുന്നു. Happy birthday to you. Happy birthday to you. Happy birthday dear Kutan. Happy birthday to you. May God bless you dear. May God bless you dear. Happy birthday, happy birthday, happy birthday to you. വലിയ പിസുനി. ക്രീമി ആയിട്ടിരിക്കണല്ലേ.
പിന്നെ അവിടെ ഉണ്ട് ക്രീം കഴിഞ്ഞു. രസമുണ്ട് സൂപ്പറുണ്ട് നന്നായി കിട്ടാ മുറിച്ചോ ഞാൻ മുറിക്കാം. അല്ല, സൂപ്പറായി കിട്ടാ നല്ല creamy cake. അയ്യോ കേക്കിന്റെ ഫോട്ടോ എടുത്തില്ല ദേ ഇങ്ങനെ എടുത്തോ. Oh gosh. ഇങ്ങനെ എടുത്തോ. ഇപ്പൊ എല്ലാം വരും പറഞ്ഞ ഒക്കെ വരും അയ്യോ നല്ല കുട്ടി ബാക്കിൽ എന്തിട്ട് ബാക്കിൽ പോയി നിക്കണേ നീ അത് കേക്ക് മുറിച്ചിട്ട് പോയോ ഇത് ഫുള്ള് ഞാൻ തിന്നാ. അതൊന്നും കാണിക്കരുത് കേട്ടാ.